ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് വെളുത്തുള്ളിയുടെ ദൂഷ്യവശങ്ങളാണ് കേട്ടോ. നമ്മളെല്ലാവരും വെളുത്തുള്ളി കഴിക്കുന്നവരാണ്. എന്നാൽ ഒരു പരിധിയിൽ കൂടുതൽ അളവിൽ പല രീതിയിലും വെളുത്തുള്ളി കഴിക്കുന്നവരുണ്ട്. വെളുത്തുള്ളി എങ്ങനെ കഴിച്ചാൽ അല്ലെങ്കിൽ ആർക്കാണ് വെളുത്തുള്ളി കഴിക്കുന്നത് കൊണ്ട് പ്രശ്നം ഉണ്ടാകുന്നത് എന്നെല്ലാം വീഡിയോയിൽ വിശദമായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് ഇത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കും കേട്ടോ. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് പുതുതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബേഴ്സ് കണ്ടും കാണുമ്പോഴാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രോത്സാഹനം കിട്ടുന്നത്. അപ്പോൾ ഒരു പ്രോത്സാഹനമായി കണ്ട് ഇപ്പോൾ തന്നെ വീഡിയോയുടെ താഴെ വലതുവശത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് ഓൺ ചെയ്തിടണം കേട്ടോ. ആയുർവേദം അനുസരിച്ച് വളരെ കൂടുതൽ അളവിൽ കഴിക്കാൻ പാടില്ലാത്തൊരു ഭക്ഷണ പദാർത്ഥമാണ് കേട്ടോ ഈ വെളുത്തുള്ളി. സാധാരണ പോലെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ആരോഗ്യത്തിന് നല്ല ഗുണവും ഉണ്ടാവും. നമ്മുടെ കൊളസ്ട്രോളിനെയും ബിപിയെയും ഷുഗറിനെയും ഒക്കെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട് ഇതിന്. പക്ഷേ ഇത് അധികമായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ ദോഷവും ഉണ്ടാവും. ആലിസിൻ എന്നൊരു കെമിക്കലാണ് ഈ വെളുത്തുള്ളിയിലുള്ളത് കേട്ടോ. ഇത് അധികമായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ലൂസ് മോഷൻ വരെ ഉണ്ടാവും. ഭക്ഷണം കഴിച്ച പാടെ വയറ്റിൽ ഇറിറ്റേഷനും വയറ്റിൽ നിന്ന് പോകാൻ തോന്നുകയൊക്കെ ചെയ്യുന്നവർക്ക് വെളുത്തുള്ളി വെറും വയറ്റിൽ കഴിക്കുന്നത് നല്ലതല്ല. അതുപോലെ തന്നെ അസിഡിറ്റിക്ക് ചികിത്സ എടുക്കുന്നവർ അല്ലെങ്കിൽ വയറ്റിൽ പുണ്ണുള്ള ആൾക്കാർ ഇവയൊന്നും വെളുത്തുള്ളി പച്ചയ്ക്ക് വെറും വയറ്റിൽ കഴിക്കാനേ പാടില്ല കേട്ടോ. വേവിച്ചിട്ടായാലും ഭക്ഷണത്തിൻ്റെ കൂടെ മാത്രമേ കഴിക്കാവുള്ളൂ, വെറും വയറ്റിൽ കഴിക്കരുത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, അധികമായിട്ട് വെളുത്തുള്ളി കഴിച്ചാൽ യൂറിനിൽ വെളുത്തുള്ളിയുടെ സ്മെല്ലുണ്ടാവും. അതുപോലെ അമിതമായിട്ട് വിയർക്കുകയും ചെയ്യും. ആ വിയർപ്പിന് വെളുത്തുള്ളിയുടെ ഒരു രൂക്ഷഗന്ധവും ഉണ്ടായിരിക്കും. വെളുത്തുള്ളിയിൽ അടങ്ങിയിട്ടുള്ള സൾഫർ കോമ്പൗണ്ട്സ് കൊണ്ടാണ് കേട്ടോ വെളുത്തുള്ളിയിൽ ഈ സ്മെല്ല് ഉണ്ടാകുന്നത്. ഇന്റേണൽ ബ്ലീഡിങ്ങിന് മെഡിസിൻസ് കഴിക്കുന്നവർ അധികമായിട്ട് വെളുത്തുള്ളി കഴിക്കാൻ പാടില്ല. ബ്ലീഡിങ് കൂടുതലായി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആർത്തവ വിരാമത്തോട് അടുത്ത് നിൽക്കുന്ന സ്ത്രീകൾ കൂടുതൽ വെളുത്തുള്ളി കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിൽ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം ചൂടുണ്ടാകും. അത് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അവസ്ഥയായിട്ട് മാറും അവർക്ക്. ഇവയെല്ലാം അമിതമായിട്ട് വെളുത്തുള്ളി കഴിക്കുന്നത് വഴിയും അതുപോലെ ഓരോ അസുഖങ്ങൾക്കനുസരിച്ചും മാറ്റമുണ്ടാകുന്നവയാണ് കേട്ടോ. ഓരോ അസുഖങ്ങളുള്ളവരും അവരുടെ അസുഖ കാഠിന്യം മനസ്സിലാക്കി കൃത്യമായി വെളുത്തുള്ളി കഴിച്ചാൽ ഒരു കുഴപ്പവും സംഭവിക്കുന്നതല്ല. നോർമലായ ഒരു വ്യക്തിക്ക് ഒരു ദിവസം 4-5 വേവിച്ച് വെളുത്തുള്ളി അല്ലികൾ കഴിക്കാം എന്നതാണ് കണക്ക് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വെളുത്തുള്ളിയുടെ അതും അധികമായി കഴിച്ചാൽ നമുക്കുണ്ടാകുന്ന ദൂഷ്യവശങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു അറിവാണെങ്കിൽ എല്ലാവർക്കും ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.